JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേർന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഫീൽഡ് വർക്കറിന്റെ ഷോർട്ട് ലിസ്റ്റ് കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് മാർക്കുകളും ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഒക്കെ തന്നെ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് കോട്ടയം ജില്ല നോക്കാം. സ്കെയിൽ ഓഫ് പേ വരുന്ന 17,37,500 ആണ്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എത്രയാണ്? 73.67 ആണ് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 149 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്റ് ലിസ്റ്റ് 143 പേരാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 292 പേരുടെ ലിസ്റ്റാണ് കോട്ടയം ജില്ലയിൽ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 73.67 ആണ് കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് എത്രയാണ്? 76 മാർക്കാണ് തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 206 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്റ് ലിസ്റ്റ് 191 പേരാണ് സപ്ലിമെന്റ് ലിസ്റ്റിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് എത്ര പേരാണ്? 397 പേരാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റിൽ മൊത്തം 397 പേരാണ് ഉള്ളത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 76 മാർക്കാണ് തൃശ്ശൂർ ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക്. അടുത്തത് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇത്ര കൂടുതലാണ്. എത്രയാണ്? 79 മാർക്കാണ് കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 194 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്റ് ലിസ്റ്റ് 191 പേരാണ് സപ്ലിമെന്റ് ലിസ്റ്റിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 385 പേരാണ് മൊത്തം ലിസ്റ്റിലുള്ളത്. അതിൻ്റെ അകത്ത് കോഴിക്കോട് ജില്ലയിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി കൂടുതലാണ്. എത്രയാണ്? 79 മാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ കോഴിക്കോട് ജില്ലയിലെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും മെനങ്ങാന്നൊക്കെ ആയിട്ട് 2 ദിവസങ്ങളിലായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം ജില്ലകളുടെയാണ് വന്നിട്ടുള്ളത്. മറ്റു ജില്ലകളുടെ വരാനുള്ള ജില്ലകളുടെ എല്ലാം തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് തങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, പ്രസ്തുത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വെരിഫിക്കേഷൻ സമയത്ത് PSCയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വാങ്ങി വയ്ക്കേണ്ട ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങി വച്ചിരിക്കണം. അതുപോലെ തന്നെ ഉള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ കൃത്യമായിട്ട് എടുത്ത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ എപ്പം വേണമെങ്കിലും വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ തന്നെ വരുന്നതാണ്. അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ എല്ലാവരും വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.